നിലമ്പൂർ MLA രാജിവെച്ചതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ MLA സ്ഥാനം ഒഴിവായതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് കോൺഫറൻസ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ EVMകളുടെയും VVPATകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർഹൗസിൽ വെച്ച് 3/2/25 ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ 3 മുതൽ 7 വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ FLC നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് 408 ബാലറ്റ് യൂണിറ്റുകളും 408 കൺട്രോൾ യൂണിറ്റുകളും 408 VVPATകളും വേണമെന്നായിരുന്നു, റിസർവ് അടക്കം. അതിനുശേഷമാണ് 59 കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ച് അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. ഇതിനുശേഷം വിവിധ പരിശീലന ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു. ആദ്യമായി EROമാർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ RDOമാരും DD സർവേയുമാണ്. RDOമാരും ഡെപ്യൂട്ടി കളക്ടർമാരും DD സർവേയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. AEROമാർ തഹസിൽദാർമാരാണ്. അവർക്കുള്ള ട്രെയിനിങ്, AROമാർക്കുള്ള ട്രെയിനിങ്, സെക്ടറൽ ഓഫീസർമാർക്കുള്ള ട്രെയിനിങ്, സെക്ടറൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് എന്നിവ 13, 14, 17 തീയതികളിൽ ഫെബ്രുവരി മാസം 13-ാം തീയതി, 14, 17-ാം തീയതികളിലായി അവർക്കുള്ള ട്രെയിനിങ് പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ BLOമാരുടെ ട്രെയിനിങ് ഫെബ്രുവരി മാസത്തിൽ തന്നെ 18, 15 തീയതികളിൽ 18 ഫെബ്രുവരി, 15 ഏപ്രിൽ എന്നീ തീയതികളിലായി BLOമാരുടെ ട്രെയിനിങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ട്രെയിനിങ് നടത്തുകയുണ്ടായി. അതിനുശേഷം 2025 ഏപ്രിൽ മാസം 2-3 തീയതികളിൽ BLOമാരുടെ ഒരു ട്രെയിനിങ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് IIIDEMൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശീലനം BLOമാർക്ക് നൽകുകയുണ്ടായി. പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തുകയുണ്ടായി. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് 1100-ലധികം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട്. 263 പോളിംഗ് സ്റ്റേഷനുകൾ ആണ് പുനർക്രമീകരണത്തിന് വേണ്ടി ശേഷമുള്ളത്. അപ്പോൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും. പരമാവധി 1100 നിജപ്പെടുത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷൻ എല്ലാം തന്നെ സെയിം ലൊക്കേഷനിലോ തൊട്ടടുത്തോ തന്നെയാണ്. ഇത് സംബന്ധിച്ച് വേണ്ട കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ 59 പോളിംഗ് സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള EVMകളുടെയും VVPATകളുടെയും ഒരു പ്രാഥമിക പരിശോധന വീണ്ടും നടത്തേണ്ടി വരും. ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് അത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് വീണ്ടും പ്രാഥമികമായിട്ടൊരു ചെക്കിംഗ് വേണ്ടി വരും. തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഏപ്രിൽ മാസം 7, 8, 9 തീയതികളിൽ ജില്ലയിൽ സന്ദർശനം നടത്തി. അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള മേഖലയിലുള്ള പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുകയും അവരുന്നയിച്ച പ്രശ്നങ്ങൾ നോട്ട് ചെയ്യുകയും അതിനുള്ള പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇലക്ട്രൽ എക്സ്പെൻഡിച്ചർ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അലേർട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് GST ഉദ്യോഗസ്ഥർ, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ, ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ട് പ്രാഥമിക ചർച്ച കഴിഞ്ഞു. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ക്വാഡുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നത് മുതലാണ്. തെരഞ്ഞെടുപ്പ് തീയതി ഡിക്ലെയർ ചെയ്യുന്ന ദിവസം മുതൽ വേണ്ട ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള മാൻ പവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. 1-4-5 18 വയസ്സ് തികയുന്നവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി
സംയുക്ത വോട്ടർ പട്ടിക 8/4 ഏപ്രിൽ 8-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഈ വോട്ടർ പട്ടികയിൽ ആക്ഷേപം സമർപ്പിക്കുന്നതിന് വേണ്ടി ഏപ്രിൽ 8 മുതൽ 24 വരെ അവസരം നൽകിയിരുന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇലക്ടറൽ റോൾ ഒബ്സർവറായി സീനിയർ ഉദ്യോഗസ്ഥനായ ജീവൻ ബാബു IAS നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം 2 പ്രാവശ്യം ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും പരാതികൾ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം 3ാമത്തെ സന്ദർശനത്തിന് വേണ്ടി നാളെ തിരൂർ വെച്ച് 3ാമത്തെ മീറ്റിംഗ് നടത്തുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. കഴിഞ്ഞ റിവിഷന് ശേഷം ഫെബ്രുവരി 21, 2024 മുതൽ 24 ഏപ്രിൽ 2025 വരെ ഉള്ള കാലഘട്ടത്തിൽ, കഴിഞ്ഞ റിവിഷൻ കാലഘട്ടത്തിൽ 20,803 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതനുസരിച്ച് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 8/4 ശേഷം ഇന്ന് വരെ നോക്കുമ്പോൾ 5,507 ഫോമുകളാണ് നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ലഭിച്ച ഫോമുകളെല്ലാം തന്നെ പരിശോധിച്ച് വോട്ടർ പട്ടികകൾ ഉൾപ്പെടുത്തുന്നതിനും തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള കഴിഞ്ഞ സംയുക്ത പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് കഴിഞ്ഞ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 24/4/2025 വരെയാണ് 20,000 കിട്ടിയത്. കഴിഞ്ഞ പട്ടിക 8/4 പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 5,507 പുതിയ ഫോം. കഴിഞ്ഞ പട്ടിക ഏപ്രിൽ 4 പ്രസിദ്ധീകരിച്ചതിന് ശേഷം, ഏപ്രിൽ 4 പ്രസിദ്ധീകരിച്ചതിന് ശേഷം 5,507 ഫോമുകൾ കിട്ടി. ഇത് ഇവരെ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഫോം വരാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. ഇന്നാണ് അവസാനമായിട്ട് ഉൾപ്പെടുത്താനുണ്ട്. കഴിഞ്ഞ SSRന് ശേഷം 20,803 അപേക്ഷകളാണ് കിട്ടിയത്. ഓക്കെ. അതിൻ്റെ കൃത്യമായൊരു നമ്പർ എടുത്തിട്ട് ഞാൻ സർക്കുലേറ്റ് ചെയ്യും. കഴിഞ്ഞ പട്ടികയിൽ പുതിയതായിട്ട് വന്ന ആ പീരീഡിൽ പുതിയതായിട്ട് വന്നത്, അതിനുശേഷമുള്ള കഴിഞ്ഞ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏപ്രിൽ 8 പ്രസിദ്ധീകരിച്ചതിന് ശേഷം 5,507 ഫോമാണ് കിട്ടിയത്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോഴും ഫോം സമർപ്പിക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആവുന്നതോടുകൂടി കൂടുതൽ ഫോം വന്നേക്കാം. 5-ാം തീയതി ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കും. ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ചാലും വീണ്ടും ആരെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാനും അവസരം ഉണ്ടാവും. 5-ന് ശേഷം അവസരം ഉണ്ടാവും. 5-ന് വരുന്ന പട്ടികയ്ക്ക് ശേഷം അഡീഷനുള്ള അവസരം ഉണ്ടാവും. അല്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞൊരു റിവിഷൻ പീരീഡ് ഉണ്ട്. വോട്ടർ പട്ടിക എല്ലാ വർഷവും പുതുക്കുന്ന പീരീഡുണ്ട്. ആ പുതുക്കുന്ന പീരീഡിൽ 20,803 അപേക്ഷകൾ ലഭിച്ചിരുന്നു. വരാറുണ്ട്. പിന്നെ ഇലക്ഷനിലേക്ക് പോകുന്നത് കൊണ്ട് കൂടുതൽ പേര് ചേർക്കുന്നതിനും ശ്രമം ഉണ്ടാകും. പക്ഷേ ആ ചേർക്കുന്നതെല്ലാം തന്നെ പരിശോധിച്ച് മാത്രമേ ചേർക്കുള്ളൂ. പ്രത്യേകിച്ച് ഷിഫ്റ്റിംഗ്, പുതിയ വോട്ടർമാരെ മുമ്പ് ചേർക്കാതിരുന്നവരെ ചേർക്കുന്ന കാര്യം എല്ലാം തന്നെ കൃത്യമായിട്ട് BLOമാർ വഴി എല്ലാ ബൂത്തിലും ബൂത്ത് ലെവൽ ഓഫീസർമാരും BLAമാരുമുണ്ട്, ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ട്. ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ രാഷ്ട്രീയ പാർട്ടികൾ നിയമിക്കുന്നവരാണ്. അപ്പോൾ ഇവർ തമ്മിൽ BLOമാരും BLAമാരും തമ്മിൽ നിരന്തരമായിട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതോടെ ഓരോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, ERO ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ സുരേഷാണ്, ലാൻഡ് ബോർഡിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ലെവലിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് വളരെ സുതാര്യമായിട്ടും അർഹരായവരെ മാത്രം ഉൾപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടാണ് ചേർക്കുന്നത്.
മരിച്ചവരുടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മരിച്ചവരും ഡ്യൂപ്ലിക്കേഷനും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ, കുറ്റമറ്റ രീതിയിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ അപേക്ഷയും പേര് ചേർക്കുന്നത് കൃത്യമായ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ബി എൽ ഒമാർ അതാത് ബൂത്തിൽ തന്നെ താമസിക്കുന്നവരാണ് മിക്കവർ. അവർക്ക് ഇവരെപ്പറ്റി പുതിയതായിട്ട് അവിടെ ആൾക്കാരെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാവുന്നവരാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് BLA മീറ്റിംഗ് നടത്തുമ്പോഴും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ സമയത്ത് ഉന്നയിക്കുകയും ചെയ്യാം. അങ്ങനെ വരുന്ന പരാതികളും ഒക്കെ ഉന്നയിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം അതിനുശേഷം രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് ERO തലത്തിലും കളക്ടറുടെ തലത്തിലും റിട്ടേണിംഗ് ഓഫീസറുടെ തലത്തിലും എല്ലാം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരാതികൾ ഉന്നയിക്കുന്നതെല്ലാം പരിശോധിക്കും. അങ്ങനെ വ്യാപകമായിട്ട് പേര് ചേർക്കുന്നത് സാധിക്കുന്ന കാര്യമല്ല. കൃത്യമായ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ താമസിക്കുന്നവരുടെ മാത്രമേ പേരുകൾ ചേർക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയില്ല. തീർച്ചയായിട്ടും അവർക്ക് റെസിഡൻസ് ഉള്ളതും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തൂ. പ്രത്യേകിച്ച് 17-18 ഗ്രൂപ്പിലധികം അല്ലെ 18-19 ഗ്രൂപ്പിലധികം ആ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതലായിട്ട് എൻറോൾമെൻറ്റ് വരുന്നത്. അതിനുശേഷം വരുന്ന ഷിഫ്റ്റിങ്ങും ഒക്കെ വളരെയധികം പരിശോധിച്ചതിന് ശേഷം, കൃത്യമായി പരിശോധന നടത്തിയതിന് ശേഷം BLOമാരുടെ ലെവൽ മാത്രമല്ല AEROമാരുടെ തഹസിൽദാർമാരുടെ ലെവലിലും പരിശോധന നടത്തി മാത്രമേ തഹസിൽദാരുടെ ലെവലിലും EROയുടെ ലെവലിലും പരിശോധന നടത്തി മാത്രമേ എൻറോൾ ചെയ്യിക്കുകയുള്ളൂ. അപ്പോൾ കുറ്റമറ്റ രീതിയിൽ തന്നെയായിരിക്കും പേര് ചേർക്കുന്നത്. അതിൽ യാതൊരു വീഴ്ചയും സംഭവിക്കാത്ത രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനാണ് പ്രഖ്യാപിക്കേണ്ടത്. പ്രഖ്യാപിക്കുന്ന ഡേ മുതൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് നിലവിൽ വരുന്നത് കൊണ്ട് അത് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ടീമിനെ രൂപീകരിക്കുക, അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. സാധാരണ മുൻകൂറായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയില്ല. ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുന്ന ദിവസം മുതൽ. അപ്പോൾ അത് എന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ മുൻകൂറായിട്ട് ഊഹിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും വോട്ടർ പട്ടിക പുതുക്കുന്നതിന് വേണ്ടിയും പുതിയ പോളിംഗ് സ്റ്റേഷൻ റാഷണലൈസേഷൻ നടപടികൾ സ്വീകരിച്ചു. ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് മെഷീനുകളുടെ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് 59 പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് ബൂത്തുകളുടെയും ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടത്തും. അപ്പോൾ 1100 നിജപ്പെടുത്തിയത് കൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ വലിയ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. മുമ്പ് 1500 വരെ വോട്ടർമാരൊരു പോളിംഗ് ബൂത്തിലുണ്ടായിരുന്നു. അത് 1100 ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം ലഭിക്കുന്നത് വോട്ടർമാർക്കാണ്. വളരെ ക്യൂ നിൽക്കാതെ വളരെ കംഫർട്ടബിളായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ഇലക്ഷനിൽ സമയപരിധി കഴിഞ്ഞിട്ടും പല സ്ഥലങ്ങളിലും ക്യൂ ഉണ്ടായിരുന്നു. വോട്ടിംഗ് സമയത്തും വളരെ ക്യൂ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഒരു ഒഴിവ് വന്നിട്ട് ഒരു വർഷത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ ഇലക്ഷൻ തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. ഒരു വർഷത്തിൽ താഴെയാണ് കാലാവധി വരുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭയ്ക്ക് ഇനി ഒരു വർഷത്തിലധികം കാലാവധിയുണ്ട് വേക്കൻസി ഒഴിവ് വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. ഒരു വർഷത്തിൽ താഴെയാണ് നിയമസഭയ്ക്ക് കാലാവധി എങ്കിലാണ് ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്, അത് കളക്ടർക്കല്ല ഇലക്ഷൻ കമ്മീഷന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇലക്ഷൻ നടക്കും. ഇതോടൊപ്പം തന്നെ കൂടുതൽ പേര് യങ് വോട്ടേഴ്സിനെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ളവരെയും പരമാവധി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനും അവരുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി വോട്ടിംഗ് മെഷീൻ അടക്കം ട്രൈബൽ മേഖലയിൽ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേക്ക് ന്യൂസ് തടയുന്നതിന് വേണ്ടി ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് അത് പരിശോധിക്കുന്നത്. മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന ഫേക്ക് ന്യൂസുകളെ കണ്ടെത്തുകയും അതിനെതിരെ കൗണ്ടർ ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും അത് തെറ്റാണെന്നുള്ളത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫേക്ക് ന്യൂസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ജീവനക്കാർക്ക് പരിശീലനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
വളരെ സുതാര്യമായ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമവ്യവസ്ഥ പൂർണ്ണമായും എൻഫോഴ്സ് ചെയ്തുകൊണ്ട് വളരെ സമാധാനപരമായി ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഭീഷണികൾക്കോ ഭയാശങ്കകൾക്കോ വിധേയരാവാതെ എല്ലാ വോട്ടർമാർക്കും തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം ജില്ലയിലുണ്ടാകും. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് കോർപ്പറേഷൻ ഉൾപ്പെട്ട് വരുന്ന ജില്ലകളിൽ ആ മണ്ഡലത്തിൽ മാത്രം പെരുമാറ്റച്ചട്ടമെന്നും മലപ്പുറം ജില്ലയിൽ ഒരു കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെട്ടിട്ട് വരാത്തത് കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലേക്ക് മുഴുവനും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു ഇളവിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഇത്തരം ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതുവരെ അങ്ങനെയുള്ള ഇളവുകളൊന്നും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് ജില്ല മുഴുവനും പെരുമാറ്റച്ചട്ടം ബാധകമാകാനാണ് സാധ്യത. അതെ, ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ പ്രചാരണ പരിപാടികൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാകും. അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പരിധിയിൽ വരും. ഒരു കോർപ്പറേഷൻ ഉൾപ്പെട്ട് വരുന്ന ജില്ലയിലാണെങ്കിൽ ആ മണ്ഡലത്തിൽ മാത്രം പെരുമാറ്റച്ചട്ടം ബാധകമാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കോഴിക്കോട് ഇതുപോലെ ഒരു ബൈ ഇലക്ഷന് പോവുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ മാത്രമേ പെരുമാറ്റച്ചട്ടം ഉണ്ടാകൂ. അത് തന്നെയാണ് തൃശ്ശൂരും. അങ്ങനെയല്ല, കോർപ്പറേഷൻ ഉൾപ്പെട്ട് വരുന്ന ജില്ല, അങ്ങനെയാണ് ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നത്. ഉൾപ്പെട്ട് വരുന്ന ജില്ല ഒരു കുറച്ച് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു കത്ത് കമ്മീഷന് കൊടുത്തതും. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തോളം ജനങ്ങളുള്ള ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ല ആയതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ആ മണ്ഡലത്തിൽ മാത്രം ഒതുക്കണം എന്നുള്ള രീതിയിൽ ഒരു കത്ത് ഞാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൊടുക്കുകയും അതിനുശേഷം ചീഫ് ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മാസത്തിലധികം പെരുമാറ്റച്ചട്ടം വരുന്നത് കൊണ്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിനും വളരെ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് ചീഫ് ഇലക്ടറൽ ഓഫീസറുമല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറും ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പ്രത്യേക അനുമതി ലഭിച്ചില്ലെങ്കിൽ ജില്ലയിലാകെ പെരുമാറ്റച്ചട്ടം ബാധകമാകും. അതെ, ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രവൃത്തി ഫിസിക്കലായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് തുടരാം. അല്ലാതെ ഒരു ടെൻഡർ പ്രഖ്യാപിച്ചാൽ പോലും ഫിസിക്കലായിട്ട് ആരംഭിക്കാത്ത ഒരു പ്രവൃത്തി പുതിയതായിട്ട് ആരംഭിക്കാൻ പറ്റില്ല. പുതിയ ടെൻഡറുകൾ അംഗീകരിക്കുന്നതിനുമൊക്കെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾ DPC കൂടി എല്ലാം തന്നെ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ച നൂതന പദ്ധതികൾ, ഇന്നലെ വരെ ലഭിച്ച പദ്ധതികൾക്കും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വികസന പ്രവർത്തനങ്ങളിൽ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പറ്റുന്നിടത്തോളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ച കാര്യം ശ്രദ്ധേയമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം വികസന പ്രവർത്തനങ്ങളെ പെരുമാറ്റച്ചട്ടം ബാധിക്കും. അത് ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് നിശ്ചയിക്കാത്തിടത്തോളം കാലം ഊഹിക്കുന്നതിന് നമുക്ക് ലിമിറ്റേഷനുണ്ട്. നമുക്ക് മഴയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇലക്ഷൻ നടത്തുന്നതാണ് തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യപ്രദം. സ്കൂൾ വെക്കേഷൻ ആയിരിക്കുമ്പോഴും നടത്തുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം. പക്ഷേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന തീയതി അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഏത് കാലാവസ്ഥയാണെങ്കിലും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വോട്ട് ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ഉണ്ടാകും. ഒരുപക്ഷെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടാകും, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ ചില ഉദ്യോഗസ്ഥർ, ഒരു ജില്ലയിൽ 3 വർഷത്തിലധികമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, ആ ജില്ലയിലെ തന്നെ റെസിഡൻ്റായ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ളവർക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാന തസ്തികകൾ ജോലി ചെയ്യാൻ പറ്റില്ല. EROമാർ, റിട്ടേണിംഗ് ഓഫീസർമാർ,
കളക്ടർ, ADM, നടക്കുന്ന മണ്ഡലത്തിലെ തഹസിൽദാർ തുടങ്ങിയവർ പെരുമാറ്റച്ചട്ടം പരിധിയിൽ വരുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ ഇലക്ഷനോട് പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ ഉണ്ടാകും. അതെ, 85 വയസ്സിന് മേളിലുള്ളവർക്കും ഫിസിക്കലി ഡിസേബിൾഡ് ആയവർക്കും വീടുകളിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ഇനി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊരു മീറ്റിംഗ് നടത്താം, കൂടുതൽ സ്ക്വാഡുകളെ പറ്റിയും മറ്റു വിവരങ്ങളൊക്കെ.